ഈ അവിടെ എല്ലാം പരിശോധിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല, യാതൊരു തെളിവും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിരാശരായിട്ട് മടങ്ങിയപ്പോൾ ഒരാൾ എന്നെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ വിളിച്ചത്, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ഞാൻ ചോദിക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ ഇന്ന് രാവിലെ അവിടെ എല്ലാം നിങ്ങൾ വന്ന് നോക്കിയിട്ട് പോയത് ഞാൻ കണ്ടു, ഞങ്ങളൊക്കെ അടുത്തുള്ളവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സാധനം അവിടെ ഉണ്ട്, സാറ് വരണം. ഞാനൊരു സ്ഥലത്ത് ഒരു വെള്ളക്കുപ്പി കൊണ്ട് വെക്കും, ആ വെള്ളക്കുപ്പി ഇരിക്കുന്ന സ്ഥലത്ത് സാറ് നോക്ക്, അവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോ ഒരാൾ വെള്ളത്തിന്റെ കുപ്പിയായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ അലക്ഷ്യമായിട്ട് അതിലെ ഇലയെല്ലാം നടന്നു. പിന്നെ പെട്ടെന്ന് ഒരാൾ വെള്ളത്തിന്റെ കുപ്പി കൊണ്ട് വെച്ച് ഞാൻ അടുത്ത് ചെന്നിട്ട് വളരെ താഴ്ന്ന സ്ഥലത്തിൽ പറഞ്ഞു, മനസ്സിലായി, സ്ഥലം വിട്ടു. അയാൾ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടെ എല്ലാം പരിശോധിച്ചിട്ടും ഒന്നും കാണുന്നില്ല. ഒരു കോൺക്രീറ്റ് ഇട്ട ഒരു വലിയ മുറ്റം, രണ്ട് വോളിബോൾ കോർട്ട് കൂടുന്ന അത്രയും വലിപ്പമുണ്ട്. അവിടെ എല്ലായിടത്തും പരിശോധിച്ചു. ഈ ഇഷ്ടികകളെല്ലാം മാറ്റി, സിമെന്റ് ചാക്ക് മാറ്റി, മണല് മാറ്റി, ഇതെല്ലാം മാറ്റിയിട്ട് ഒന്നും കിട്ടും. അവസാനമാണ് ഒരു മൂലയ്ക്ക് ഒരു ടാപ്പ് കണ്ടു. ആ ടാപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് പിടികിട്ടിയില്ല. കാരണം വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത്, ഒരു മൂലയ്ക്ക്. അപ്പോൾ എന്തോ ഒരു ദുരൂഹത തോന്നിയിട്ട് എന്തായാലും അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. കോൺക്രീറ്റിന്റെ JCB കൊണ്ടുവന്ന് ഒരു മൂലയ്ക്ക് അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ശക്തമായിട്ടുള്ള മണം, സ്പിരിറ്റിന്റെ മണം വരുന്നു. 18 ടാങ്കുകൾ, 5000 ലിറ്ററിന്റെ 18 ടാങ്കുകൾ തമ്മിൽ പരസ്പരം ബന്ധിച്ചിട്ടുള്ള ടാങ്കുകൾ. അപ്പോൾ ഈ കണ്ട ടാപ്പിന്റെ വാൽവിനകത്ത് ഒരിടത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അങ്ങ് നിറയും. ഇങ്ങനെയാണ് അതിന്റെ സംവിധാനം. 90,000 ലിറ്റർ സ്പിരിറ്റ്, അത് വലിയൊരു തെളിവായിരുന്നു.